പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. സുഭാഷിതം. ഞാനും നിങ്ങളും പലപ്പോഴും പറയുന്ന ഒന്നാണ് സമയമില്ല സമയമില്ല എന്ന്. ചിലരെ എങ്കിലും നോക്കി നാം അതിശയിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്യുന്നു, ഇവയ്ക്കെല്ലാം സമയം എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ. എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം സമയം അനുവദിച്ചു തന്നിരിക്കുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എല്ലാം അങ്ങനെ തന്നെ. നാം എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്ന് പൗലോസ് എഫെസ്യർ 5:16 പറഞ്ഞിരിക്കുന്നു. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. റെഡീമിങ് ദ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൽ. മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് എവരി ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൽ. സമയം വീണ്ടെടുക്കുക, അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ സമയം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നർത്ഥം. അതിൻ്റെ കാരണം ഇത് ദുഷ്കാലമാകുന്നു എന്നുള്ളതാണ്. തിന്മ അഥവാ ദുഷ്ടതകൾ നടമാടുന്ന കാലം. നമ്മുടെ നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ കാലം വളരെ ചെറുതാണ്. ഈ സമയമാണ് നാം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്. അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവീൻ. ജ്ഞാനം പ്രാപിക്കുന്നവരാണല്ലോ ജ്ഞാനികൾ. സദൃശവാക്യങ്ങൾ 1:7 പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നവർ അജ്ഞാനികളാണ്. 17-ാം വാക്യം വായിക്കുന്നത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. സങ്കീർത്തനം 110:11 യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. വിശുദ്ധ ജീവിതത്തിനുള്ള പൊതുവായ നിർദ്ദേശങ്ങളാണ് എഫെസ്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയ മാനേജ്മെന്റും വ്യക്തിപരമായ വിശുദ്ധിയും തമ്മിലുള്ള ബന്ധം നാം കണക്കാക്കേണ്ടതുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. കൊലോസ്യർ 4:5 പറഞ്ഞിരിക്കുന്നത് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നത് ജ്ഞാനത്തോടെ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് യഹോവ ഭക്തിയോടെ ജീവിക്കുവാനുള്ള സമയം നാം അവസരം കിട്ടുമ്പോഴൊക്കെ പ്രയോജനപ്പെടുത്തണമെന്നാണ്. ഈ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത് എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തി നിത്യതയ്ക്ക് ഒരുങ്ങണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും നമ്മെ വിട്ട് കടന്നു പോകുന്ന സമയങ്ങൾ നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ മോശ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്നാണ്. ദൈവം സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. നിത്യതയെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്. യാക്കോബ് പറയുന്നത് പോലെ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആകയാൽ നമ്മുടെ സമയം നിത്യതയെ ലക്ഷ്യമാക്കി ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ്, പ്ലാനറ്റ്, പ്രിപ്പയർ ആൻഡ് പെർഫോം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളായിരിക്കുന്ന ഈ ദുഷ്കാലത്തിൽ അവിടുത്തെ ഇഷ്ടം ഗ്രഹിച്ച് നിത്യതയിൽ എത്തത്തക്കവണ്ണം ഞങ്ങളുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.